ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിനെ കുറിച്ചാണ്. സോ നമ്മൾ ഓൾറെഡി സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് മെത്തേഡിൽ രണ്ട് രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റവും അതുപോലെ തന്നെ സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റവും. ട്രിക്ലിംഗ് ഫിൽറ്റർ നമ്മൾ പഠിച്ചത് അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് ഒരു ബയോമാസ് ഒരു മീഡിയത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതേസമയം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതിനർത്ഥം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബയോമാസ് എന്ന് പറയുന്നത് സസ്പെൻഷനിലായിരിക്കും, ഒരു മീഡിയത്തിൽ സസ്പെൻഷനിലായിരിക്കും ബയോമാസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമാണ് നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും ട്രിക്ലിംഗ് ഫിൽറ്ററും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രിക്ലിംഗ് ഫിൽറ്റർ ഒരു അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം ആണെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റോ സീവേജ് ട്രീറ്റ് ചെയ്യാനായാലും ഒരു പാർഷ്യലി ട്രീറ്റഡ് സ്വീവേജ് ട്രീറ്റ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഒരു സെറ്റിൽഡ് സ്വീവേജ് ട്രീറ്റ് ചെയ്യാനായിട്ടായാലും ഏറ്റവും എക്സലന്റ് മെത്തേഡ് എന്ന് പറഞ്ഞ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഡയഗ്രാം നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഈ പറയുന്ന സെക്കൻഡറി ട്രീറ്റ്മെന്റിലോട്ട് വരണമെങ്കിൽ ആദ്യം നടക്കേണ്ട ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെ. അതായത് സ്ക്രീനിങ്, ഗ്രിഡ് ചേംബർ, പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. അതിനുശേഷം പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്നതായിരിക്കും ഈ പറയുന്ന സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ ഏതിലോട്ടും വരുന്ന സ്വീവേജ് എന്ന് പറയുന്നത് അല്ലെ. സോ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് പുറത്തു വരുന്ന സ്വീവേജിന് നേരെ ഒരു എയറേഷൻ ടാങ്കിലോട്ട് പോകുന്നു. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, എയറേഷൻ ടാങ്ക് എന്ന് പറയുന്നത് എയർ സപ്ലൈ കൊടുക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു 4 to 8 hours കണ്ടിന്യൂസ് ആയിട്ട് എയർ സപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, 4 to 8 hours വരെ. ഓക്കെ, അപ്പോൾ ഈ എയർ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എയർ സപ്ലൈ കൊടുത്തതിന് ശേഷം നേരെ പോകുന്നത് ഒരു സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലാണ്. അതിനുശേഷം നമുക്കറിയാം, സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? സെറ്റിൽ ചെയ്യും അല്ലെ. സെറ്റിൽ ചെയ്ത് വരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. സെറ്റിൽ ചെയ്ത് വരുന്ന ആ ഒരു പോർഷനെ നമ്മൾ സ്ലഡ്ജ് എന്ന് പറയും. ഈ സ്ലഡ്ജിൽ നിന്ന് കുറച്ച് പോർഷനെ നമ്മൾ എടുത്ത് റീസർക്കുലേറ്റ് ചെയ്യും. ആ സ്ലഡ്ജിനാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അതിനുശേഷം ബാക്കി വരുന്നത് സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലോട്ടും സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡിലോട്ടും ഒക്കെയാണ് പോകുന്നത്. ഈ പറയുന്ന സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കും സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡും ഇതിന്റെ പ്രോസസ്സും സ്ലഡ്ജ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ ഐഡിയയും സ്ലഡ്ജിന്റെ ക്ലാസിഫിക്കേഷനും സ്ലഡ്ജിന്റെ സ്റ്റേജസും സ്ലഡ്ജിന്റെ ഡിസൈനും എല്ലാം നമ്മൾ 6th മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേമിനെ കുറിച്ച് നമ്മൾ 6th മൊഡ്യൂളിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഈ പ്രോസസ്സിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ, പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് പുറത്ത് വരുന്ന സ്വീവേജ് നേരെ ഒരു എയറേഷൻ ടാങ്കിലോട്ട് പോകുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എയർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ബയോമാസ് ഇവിടെ സസ്പെൻഷനിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ സ്വീവേജ് ഇതിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെയുള്ള ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓർഗാനിക് മാറ്ററിനെ ഇവിടെ ഓൾറെഡി ഉള്ള ബയോമാസ്, അതായത് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? ഈ സ്വീവേജിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു അല്ലെ. ഈ സ്വീവേജിനെ ഫുഡായിട്ട് യൂസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുകയും ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബാക്കി വരുന്നത് അല്ലെങ്കിൽ അതിനുശേഷം ട്രീറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നത് നേരെ ഫർദർ ട്രീറ്റ്മെന്റ് ആയിട്ട് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് പോകുന്നു. സെഡിമെന്റേഷൻ ടാങ്കിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് സെറ്റിൽ ചെയ്യുന്നു. സെറ്റിൽ ചെയ്തിട്ട് വരുന്ന ആ പോർഷനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. അപ്പോ ഈ സ്ലഡ്ജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്ലഡ്ജിൽ ഓൾറെഡി കുറച്ച് എയറേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആയിരിക്കും. കാര്യം എയറേഷൻ ടാങ്കിൽ വന്നതുകൊണ്ട്, എയറേഷൻ ടാങ്കിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഈ സ്ലഡ്ജിൽ ഓൾറെഡി എന്തുണ്ടായിരിക്കും? എയറേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടാകും. അതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അത് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി വളരെയധികം ഈ എയറേറ്റഡ് ബാക്ടീരിയ പ്രസന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ഫർദർ ട്രീറ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ച് സ്ലഡ്ജ് എടുക്കുന്നു, ഇതിൽ നിന്ന് മൊത്തം എടുക്കുന്നില്ല, ഇതിൽ നിന്ന് കുറച്ച് സ്ലഡ്ജ് മാത്രം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? റീസർക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങോട്ട്? പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് തന്നെ റീസർക്കുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് വിടുന്നു അല്ലെ. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിന്റെ പുറത്തോട്ട് വിടുന്നു. അതിനുശേഷം നേരെ എയറേഷൻ ടാങ്കിലോട്ടും സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലോട്ടും പോയി ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ കുറച്ച് പോർഷൻ മാത്രമാണ് നമ്മൾ എടുത്ത് റീസർക്കുലേറ്റ് ചെയ്തത്. ബാക്കി വരുന്ന പോർഷൻ, വേസ്റ്റ് ആയിട്ട് വരുന്ന പോർഷൻ എന്ത് ചെയ്യുന്നു? സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലോട്ട് വിടുകയും ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡിലോട്ടും വിടുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ പറയുന്ന സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കും ഡ്രൈയിങ് ബെഡും ഒക്കെ നമ്മൾ 6th മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4 to 8 hours എടുക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എയറേഷൻ ടാങ്കിൽ എയർ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എയറോബിക് കണ്ടീഷൻസ് അവിടെ അവൈലബിൾ ആണ്. എയറോബിക് മൈക്രോ ഓർഗാനിസം അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ഓർഗാനിക് മാറ്ററിനെ അത് ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. ദെൻ
സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ സെറ്റിലാകുന്ന സ്ലഡ്ജിൽ ഓൾറെഡി എന്തുണ്ടാകും, എയറേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഉള്ളത് കൊണ്ട് തന്നെ ഫെർദർ ട്രീറ്റ്മെന്റ് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മൾ അതിൽ കുറച്ച് പോർഷൻ മാത്രം എടുത്ത് അതിനെ എന്ത് ചെയ്യുന്നു, റീസൈക്കിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ സ്ലഡ്ജിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ കുറച്ച് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കി വരുന്ന വേസ്റ്റിനെ നമ്മൾ നേരെ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലോട്ട് വിടുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ ഈ വരുന്ന മൈക്രോ ഓർഗാനിസം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ASPയുടെ തിയറി നോക്കുകയാണെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ശരിക്കും ഈ പറയുന്ന ബയോമാസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയ യൂസ് ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസത്തിനെ ശരിക്കും ഈ പറയുന്ന ഓർഗാനിക് മാറ്ററിന് എന്ത് ഉപയോഗമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മൈക്രോ ഓർഗാനിസം നമുക്കറിയാം, മൈക്രോ ഓർഗാനിസം ഈ വരുന്ന ഓർഗാനിക് മാറ്ററിനെ ഫുഡായിട്ട് യൂസ് ചെയ്യും. കാരണം അത് മാക്സിമം യൂസ് ചെയ്ത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. കാര്യം ഒരുപാട് ബാക്ടീരിയ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്ന് അതായിരിക്കാം, റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ വരുന്ന ഓർഗാനിക് മാറ്ററിനെ യൂസ് ചെയ്യാം. അതായത് മൈക്രോ ഓർഗാനിസത്തിന് ഓർഗാനിക് മാറ്ററിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, ഒന്ന് റീപ്രൊഡക്ഷന് വേണ്ടി, കാര്യം ഒത്തിരി മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു. രണ്ട്, എനർജി ഡിറൈവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനർജി ഡെറൈവ് ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ ഈ 4 to 8 hours കണ്ടിന്യൂസ് ആയിട്ട് എയർ സപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിന് ശേഷം ഒരു അവസ്ഥ ഉണ്ടാകാം, എപ്പോഴെങ്കിലും എന്ത് സംഭവിക്കുന്നു, എയർ സപ്ലൈ നിൽക്കുന്ന സമയത്ത് ഇത് തിരിച്ച് അനൈറോബിക് കണ്ടീഷനിലോട്ട് പോവുകയും എൻഡോജിനസ് ഫേസ് നേരിടേണ്ടി വരികയും എൻഡോജിനസ് ഫേസിൽ സ്വന്തം സെൽ മെറ്റീരിയലിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു അവസ്ഥയിൽ വരും. അപ്പോൾ സ്വന്തമായിട്ട് എനർജി ഡെറൈവ് ചെയ്യേണ്ടി വരും. ആ സമയത്തുള്ള ഒരു എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഓർഗാനിക് മാറ്റർ യൂസ് ചെയ്യാറുണ്ട്. സോ രണ്ട് രീതിയിലുള്ള യൂസ് മൈക്രോ ഓർഗാനിസത്തിന് ഓർഗാനിക് മാറ്ററിനെ കൊണ്ടുണ്ട്. ഒന്ന് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും മറ്റൊന്ന് എനർജി ഡെറൈവ് ചെയ്യാനായിട്ടും. ഇനി നമ്മൾ പറഞ്ഞു ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, അതായത് നമ്മൾ എയറേഷൻ ടാങ്കിൽ നിന്ന് പുറത്ത് വന്ന് സെറ്റിലായി സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ സെറ്റിലായി കിടക്കുന്ന സ്ലഡ്ജ്, അതിലെ കുറച്ച് പോർഷൻ മാത്രം നമ്മൾ എടുത്ത് റിട്ടേൺ ചെയ്യുന്നു. ആ റിട്ടേൺ ചെയ്യുന്ന സ്ലഡ്ജിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, അതിൽ ഫെർട്ടിലൈസിംഗ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി കൂടുതലായിട്ടുണ്ടാകും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും, 95 to 97% മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി സ്ലഡ്ജ് ആണ്, BOD കണ്ടന്റ് 80 to 95% കുറവാണ്. അതുപോലെ തന്നെ കളർ ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം എയറേഷൻ നടന്നു എന്നുള്ള കാര്യം പറയാൻ പറ്റും. അതായത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണെങ്കിൽ അണ്ടർ എയറേറ്റഡും, അതുപോലെ തന്നെ വെൽ എയറേറ്റഡ് എന്ന് പറയണമെങ്കിൽ ഗോൾഡൻ കളറും, അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ കളർ മഡി കളർ ആണെങ്കിൽ ഓവർ എയറേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ കളർ വെച്ചിട്ട്, അതായത് ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ കളർ കണ്ടിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എത്രത്തോളം എയറേഷൻ അവിടെ നടന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഈ പറയുന്ന ASP ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ നടക്കുന്ന ബേസിക് ഓപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് ഒരു എയറേഷൻ ടാങ്കിലോട്ട് പോകുമ്പോൾ ഈ പറയുന്ന സ്വീവേജ് അല്ലെ, ഈ പറയുന്ന സ്വീവേജും ഇതിനകത്തുള്ള നമ്മുടെ ബയോമാസും കൂടെ തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും അല്ലെ, നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്, മിക്സിംഗ് ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ് ഫസ്റ്റ് വൺ, ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഈ പറയുന്ന എയറേഷൻ, എയർ സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 to 8 hours എയർ സപ്ലൈ കൊടുക്കുന്നു വരുന്നു. അപ്പോൾ സെക്കൻഡ് വൺ എയറേഷനും. തേർഡ് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് പുറത്ത് വരുന്ന സെറ്റിലിംഗ് ആണ്, സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ വരുന്ന സെറ്റിലിംഗ് ആണ് തേർഡ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ ASPയിൽ വരുന്ന ബേസിക് ഓപ്പറേഷൻ. ഇനി ഡിസൈൻ കൺസിഡറേഷൻ നോക്കുവാണെങ്കിൽ ഓവറായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും എയറേഷൻ ടാങ്കിന്റെ, അതായത് നമ്മൾ ഈ പറയുന്ന എയറേഷൻ ടാങ്കിന്റെ ഡിസൈനിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ റെക്ടാങ്കുലർ ഷേപ്പ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഷേപ്പില് ഡെപ്ത് 3 to 4.5 മീറ്റർ ആയിരിക്കുക. അതുപോലെ തന്നെ വിട്ട് എന്ന് പറയുന്നത് 4 to 6 മീറ്റർ ആയിരിക്കാം. ദെൻ ലെന്ത് എന്ന് പറയുന്നത് 20 to 200 മീറ്ററും ഡിറ്റൻഷൻ പീരീഡ് 4 to 8 hours ആയിരിക്കാം. ഇനി സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ വിയർ ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 150 m3/day/meter ആയിരിക്കുക, എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോളിഡ് ലോഡിംഗ് റേറ്റും ഡിറ്റൻഷൻ പീരീഡും ഡെപ്ത് ഓഫ് ടാങ്കും ഒക്കെ പറയുന്നുണ്ട്. അതായത് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിനെ കുറിച്ച് ഡിസൈൻ കൺസിഡറേഷൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാര്യം നമ്മൾ ഓൾറെഡി സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് സെഡിമെന്റേഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ചെയ്യുന്ന ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി
നമുക്ക് ഇത്രയും ഒരു ഡിസൈൻ കൺസിഡറേഷൻ പോലുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല അവിടെ ചോദിക്കുന്നത്. അത് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈനിലോട്ട് കൂടുതൽ പോകേണ്ടി വരത്തില്ല. ആക്ച്വലി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ ഡയറക്റ്റ് ആയിട്ടൊരു ഡിസൈൻ നമുക്ക് ചോദിക്കാറില്ല. ഓക്കെ, അതിന് പകരം വേറൊരു രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് കൂടുതലും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടേംസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ എയറേഷൻ ടാങ്കിന്റെയും അതുപോലെ തന്നെ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിന്റെയും ബേസിക് ആയിട്ട് വരുന്ന ഷേപ്പും അതുപോലെ തന്നെ ഡയമെൻഷനും ഒക്കെ ഓൾറെഡി നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജ് ആണ്. ബൾക്കിംഗ് ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്നത് ഒരു സ്ലഡ്ജിൽ ഉണ്ടാവുന്ന ഏറ്റവും പുവർ ആയിട്ടുള്ള ഒരു സെറ്റിലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബൾക്കിംഗ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫിലമെന്റസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ്. അതായത് ഫംഗൈ പോയിട്ടുള്ള മൈക്രോ ഓർഗാനിസം കൂടുതൽ ഉണ്ടെങ്കിൽ, ഫംഗൈ പോലുള്ള ഓർഗാനിസംസ് കൂടുതൽ ഉണ്ടെങ്കിലാണ് സാധാരണ രീതിയിൽ ഈ ബൾക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് അവിടെ ഉണ്ടാവുന്നത്. അതിന്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും നമുക്ക് പേരിൽ തന്നെ ഉണ്ട് റൈസിംഗ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ നടക്കുന്ന ഡീനൈട്രിഫിക്കേഷൻ കാരണമാണ് റൈസിംഗ് ഓഫ് സ്ലഡ്ജ് ഉണ്ടാവുന്നത്. അതായത് ഈ ഡീനൈട്രിഫിക്കേഷന്റെ റിസൾട്ട് ആയിട്ട് നൈട്രജൻ ഗ്യാസ് ബബിൾസ് ഉണ്ടാവുകയും ഈ സെറ്റിൽ ചെയ്ത് കിടക്കുന്ന സ്ലഡ്ജിനെ റൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് റൈസിംഗ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ വോളിയം ഇൻ മില്ലി ലിറ്റർ ഒക്കുപൈഡ് ബൈ 1 gram ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആഫ്റ്റർ എ സെറ്റിലിംഗ് പീരീഡ് ഓഫ് 30 minutes. ഓക്കെ, അതായത് 1 gram ആക്ടിവേറ്റഡ് സ്ലഡ്ജ് 30 മിനിറ്റ് കൊണ്ട് സെറ്റിൽ ചെയ്യുമ്പോൾ എടുക്കുന്ന വോളിയം ഇൻ മില്ലി ലിറ്റർ ആണ് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് എന്ന് പറയുന്നത്. 1 gram ആക്ടിവേറ്റഡ് സ്ലഡ്ജ് 30 മിനിറ്റ് കൊണ്ട് സെറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം ഇൻ മില്ലി ലിറ്ററിനെയാണ് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ, സ്ലഡ്ജിന്റെ ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് പറയുന്നത്. ഇനി അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സ്ലഡ്ജ് വോളിയം ഇൻഡെക്സ് SVI is equal to VOB divided by XOB into 1000 milliliter per gram. ഇതിൽ XOB എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സസ്പെൻഡഡ് സോളിഡ്സും VOB എന്ന് പറയുന്നത് വോളിയം ഓഫ് സ്ലഡ്ജും ആണ്. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് മിക്സഡ് ലിക്കർ. മിക്സഡ് ലിക്കർ എന്ന് പറയുമ്പോൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജും സ്വീവേജ് എഫ്ലുവന്റ് ഫ്രം പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കും തമ്മിലുള്ള ഒരു മിക്സർ ആണ് മിക്സഡ് ലിക്കർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് പുറത്തു വരുന്ന സ്ലഡ്ജ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഇതിനെ നേരെ എങ്ങോട്ടാണ് വിടുന്നത്? നമ്മൾ എയറേഷൻ ടാങ്കിലോട്ട് വിടുന്നു. എയറേഷൻ ടാങ്കിൽ ആരുമായിട്ട് മിക്സ് ചെയ്യാനാണ് ഇതിനെ വിടുന്നത്? പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന സ്വീവേജ്. അപ്പൊ ഇത് രണ്ടിന്റെയും തമ്മിലുള്ള ഒരു മിക്സർ ആണ് മിക്സഡ് ലിക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിക്സഡ് ലിക്കർ സസ്പെൻഡഡ് സോളിഡ്സ്, MLSS എന്ന് പറയുന്ന മിക്സഡ് ലിക്കർ സസ്പെൻഡഡ് സോളിഡ്സ്. ആക്ച്വലി ഈ ടേം ഒക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് പ്രോബ്ലംസ് ആക്ച്വലി നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ ചോദിക്കുന്നത്. ഈ മിക്സഡ് ലിക്കർ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ തിയറി കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആയിട്ടുണ്ട്, എത്രത്തോളം ബാക്ടീരിയ പ്രസന്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ തിയറികൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, മിക്സഡ് ലിക്കർ സസ്പെൻഡഡ് സോളിഡ്സ് MLSS എന്ന് പറയുന്നതിൽ നമുക്ക് ആ ഫോർമുല ആയിട്ട് എഴുതി കഴിഞ്ഞാൽ XT ഈസ് ഈക്വൽ ടു, അതായത് MLSS ഈസ് ഈക്വൽ ടു X പ്ലസ് XII എന്നാണ് പറയുന്നത്. അതിൽ X എന്ന് പറയുന്നത് MLVSS ആണ്. MLVSS എന്ന് പറയുന്നത് മിക്സഡ് ലിക്കർ വോളറ്റൈൽ സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. XII എന്ന് പറയുന്നത് ഇനേർട്ട് ഇനോർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. ആക്ച്വലി ഈ ഇനേർട്ട് ഇനോർഗാനിക് സസ്പെൻഡഡ് സോളിഡ്സ് ഓക്സിഡേഷൻ പ്രോസസ് ആയാലും സെറ്റിൽമെന്റ് പ്രോസസ് ആയാലും വലിയൊരു ഇൻവോൾവ്മെന്റ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ XT അതായത് MLSS എന്ന് പറയുന്നത് MLVSS ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ MLVSS അതായത് മിക്സഡ് ലിക്വർ വോളറ്റൈൽ സസ്പെൻഡഡ് സോളിഡ്സിൽ എത്രത്തോളം മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയയുടെ കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന MLVSSനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? X ഈക്വൽ ടു XA പ്ലസ് XC പ്ലസ് XI. അതായത് XA എന്ന് പറയുന്നത് ആക്റ്റീവ് മൈക്രോബിയൽ മാസ്, XC എന്ന് പറയുന്നത് എൻഡോജിനസ് മാസ് ആൻഡ് XI എന്ന് പറയുന്നത് നോൺ ബയോഡിഗ്രേഡബിൾ മാസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മൈക്രോ ഓർഗാനിസത്തിന്റെ കോൺസെൻട്രേഷനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്സഡ് ലിക്കർ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത് XT എന്ന് പറയുന്നത് X അതായത് MLVSSന് തന്നെ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി സ്ലഡ്ജ് ഡെൻസിറ്റി ഇൻഡെക്സ്. സ്ലഡ്ജ് ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് പെർസെന്റേജ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ബൈ വെയിറ്റ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ഓഫ് സ്ലഡ്ജ് ബൈ വോളിയം. ഇതാണ് സ്ലഡ്ജ് ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ലഡ്ജ് ഡെൻസിറ്റി ഇൻഡെക്സ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഒരു നല്ല സ്ലഡ്ജ് ആണെങ്കിൽ സ്ലഡ്ജ് ഡെൻസിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ 1 to 2 ഇടയിലായിരിക്കും. അതുപോലെ തന്നെ സ്ലഡ്ജിന്റെ ക്വാളിറ്റി വളരെ കുറവാണെങ്കിൽ
സ്ലഡ്ജ് ഡെൻസിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 0.3 ഒക്കെ ആയിരിക്കാം. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് സ്ലഡ്ജ് ഏജ് ആണ്. സ്ലഡ്ജ് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് സിസ്റ്റത്തിൽ എത്ര ടൈം സസ്പെൻഡഡ് സോളിഡ്സിന് റിട്ടേൺ ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ള ടൈം, അതിനെയാണ് നമ്മൾ സ്ലഡ്ജ് ഏജ് എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡേയ്സിലായിരിക്കും. ഓക്കെ, എൻറ്റയർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ എത്ര ടൈം സസ്പെൻഡഡ് സോളിഡ്സിന് റിമെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സ്ലഡ്ജ് ഏജ് എന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്, F/M റേഷ്യോ, അതായത് ഫുഡ് ബൈ മൈക്രോ ഓർഗാനിസം റേഷ്യോ. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് F/M റേഷ്യോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. F/M അല്ലെ, ഇവിടെ കാണുന്ന പോലെ F/M റേഷ്യോ, ഫുഡ് മൈക്രോ ഓർഗാനിസം റേഷ്യോ. എഫ് എന്ന് പറയുന്നത് ഫുഡാണ് അല്ലെ. ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ആർക്കുള്ള ഫുഡാണ്? മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ബാക്ടീരിയക്കുള്ള ഫുഡായിരിക്കും. ഈ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന വേസ്റ്റ് ആണ് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് വിടുന്ന സീവേജ് ആണ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഫുഡ് അല്ലെ. അപ്പോൾ ആ സീവേജ് എന്ന് പറയുന്നത് ടോട്ടൽ BOD ലോഡ് അപ്ലൈ ടു ദ എയറേഷൻ സിസ്റ്റം, അതായത് നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് പഠിക്കുന്നത് കൊണ്ട് എയറേഷൻ സിസ്റ്റത്തിലോട്ട് അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ BOD ആണ് ഇവിടെ കൊടുക്കുന്ന ഫുഡ് അല്ലെ. ഇനി മൈക്രോ ഓർഗാനിസം നമുക്ക് എന്ത് കൊടുക്കാം? മൈക്രോ ഓർഗാനിസത്തിന് പകരം എന്ത് കൊടുക്കാം? ടോട്ടൽ മൈക്രോബിയൽ മാസ് ഇൻ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിലുള്ള മൊത്തം മൈക്രോബിയൽ മാസിനെ നമുക്ക് മൈക്രോ ഓർഗാനിസം എന്ന് വിളിക്കാം. ഇനി അതൊരു ഫോർമുലയിലോട്ട് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഈ പറയുന്ന പോലെ ടോട്ടൽ BOD ലോഡ് അപ്ലൈ ടു ദ എയറേഷൻ സിസ്റ്റം, ഒരു എയറേഷൻ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ BOD ലോഡിനെ നമുക്ക് എന്ത് പറയാം? അതായത് ഒരു സിസ്റ്റത്തിലോട്ട് അപ്ലൈ ചെയ്യുന്ന മൊത്തം സീവേജ്, അതായത് ഡിസ്ചാർജ് അല്ലെ. ആ ഡിസ്ചാർജ് ഇൻറ്റു ഈ പറയുന്ന BOD എന്ന് പറയുന്നത് Y0, അതായത് BOD അപ്ലൈ ടു ദ എയറേഷൻ സിസ്റ്റം. ഒരു എയറേഷൻ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന BOD Y0 ആണെങ്കിൽ ആ എയറേഷൻ സിസ്റ്റത്തിലോട്ട് വരുന്ന ഡിസ്ചാർജ് Q ആണെങ്കിൽ അവിടെ വരുന്ന ടോട്ടൽ ഫുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി ഓഫ് BOD എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഇൻറ്റു BOD അപ്ലൈഡ് തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എഫിന് പകരം നമുക്ക് Q ഇൻറ്റു Y0 എന്ന് കൊടുക്കാം. ഇനി എമ്മിന്റെ കാര്യം, മൈക്രോബിയൽ മാസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു, കൂടുതൽ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു MLSSനെ കുറിച്ച് പറഞ്ഞു അല്ലെ. MLSS എന്ന് പറയുന്നത് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു MLVSS എന്ന് നമ്മൾ പറഞ്ഞു. സോ MLSSന്റെ ഫോർമുലയാണ് നമ്മൾ XT എന്ന് പഠിച്ചു അല്ലെ. XT ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എയറേഷൻ ടാങ്ക്. ആ എയറേഷൻ ടാങ്കിലുള്ള മൊത്തം മൈക്രോബിയൽ മാസ് അല്ലെ, ഒരു എയറേഷൻ ടാങ്കിലുള്ള മൊത്തം മൈക്രോബിയൽ മാസ്. അപ്പൊ എയറേഷൻ ടാങ്കിന്റെ വോളിയം ഇൻറ്റു MLSS, അതായത് XT. സോ XT ഇൻറ്റു V. അപ്പൊ നമ്മുടെ F/M റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫിന് പകരം Q ഇൻറ്റു Y0 ഡിവൈഡ് ബൈ എമ്മിന് പകരം XT ഇൻറ്റു V. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് ബൈ മൈക്രോ ഓർഗാനിസം ആയി. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ലഡ്ജ് ഏജ് ആണ്. സ്ലഡ്ജ് ഏജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു എൻറ്റയർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് സിസ്റ്റത്തിൽ സസ്പെൻഡഡ് സോളിഡ്സിന് എത്ര ടൈം റിട്ടേൺ ചെയ്യാൻ പറ്റും, ഡേയ്സിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഫോർമുലയാണ് V ഇൻറ്റു XT ഡിവൈഡ് ബൈ QW ഇൻറ്റു XR പ്ലസ് Q മൈനസ് QW ഇൻറ്റു XC. ഇതിൽ ഓരോ ടേം എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പ്രോബ്ലംസ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ യൂണിറ്റ് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലംസ് എല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യൂണിറ്റ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. അതേ